PM ശ്രീയിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. UDF സർക്കാർ മുൻ സർക്കാരിന്റെ തുടർച്ചയാണെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. മുൻ സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ചത് യാഥാർത്ഥ്യമാണെന്നും അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. PM ശ്രീയിൽ അടിയന്തര സാഹചര്യമില്ല, ചർച്ച ചെയ്ത് തീരുമാനിക്കും. PM ശ്രീ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. PM ശ്രീയുമായി ബന്ധപ്പെട്ട് വിവിധ പാർട്ടികളുടെയും മുന്നണികളുടെയൊക്കെ നിലപാട് സുവ്യക്തമാണ്. പക്ഷെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് എൻറ്റിറ്റിയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് വരുന്ന ഗവൺമെൻറ്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഗവൺമെൻറ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീ കേന്ദ്ര ഗവൺമെൻറ്റുമായി MOU ഒപ്പിട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒപ്പിട്ട സാഹചര്യത്തിൽ ഒപ്പിട്ടു, അതിനനുസൃതമായി ചില ഫണ്ടുകൾ റിലീസ് ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടായ ചില രാഷ്ട്രീയ വിവാദങ്ങളെ തുടർന്ന് അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമൊക്കെ അവരത് തൽക്കാലം നിർത്തിവെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിൻ്റെ വിവിധ വശങ്ങളാണ് റിപ്പോർട്ടിൽ പറയാം. വിദഗ്ധരുമായി ചർച്ച ചെയ്തിട്ട് അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയും. ഞങ്ങൾ അതിലിപ്പോൾ ഒരു പെട്ടെന്നൊരു എമർജൻസി കാണുന്നില്ല. ഇപ്പോൾ സ്കൂൾ തുറക്കണം, പാഠപുസ്തകം കൊടുക്കണം, അതൊക്കെ അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്നതുപോലെ ഈ ഒപ്പിട്ട PM ശ്രീയുടെ കാര്യത്തിൽ ഈ ഒരു നിലപാട് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അതേസമയം പൊതുവിദ്യാഭ്യാസ വകുപ്പ് PM ശ്രീ പദ്ധതിയിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. PM ശ്രീ വിദ്യാഭ്യാസ നയം മാറ്റേണ്ടി വരില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേന്ദ്ര നിബന്ധനകളിൽ പാഠ്യപദ്ധതി നിർബന്ധമാക്കില്ലെന്നും NCERT പാഠപുസ്തകങ്ങൾ തന്നെ പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.